ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ ശ്രേഷ്ഠനായ ഈ കർത്താവിനെ നമ്മുടെ ജീവിതകാലത്ത് അവിടുന്നാണ് ഏറ്റവും മേലായ നാമമുള്ളവനെന്നും അവൻ ശ്രേഷ്ഠനാണെന്നും ഹല്ലേലൂയ അവനാണ് സത്യദൈവമെന്നും അറിഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് അവിടുത്തോട് പറയാം, കർത്താവേ ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, എന്നെ യേശുവേ അങ്ങേക്ക് ആരാധന. കാരണം അങ്ങേപ്പോലെ എൻ്റെ ദൈവം വേറെ ആരുണ്ട്? ഹല്ലേലൂയ. അങ്ങലല്ലാതെ വേറെ ഇല്ലെൻ്റെ ആശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ഒരു സ്റ്റാൻസ് പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവൻ ശ്രേഷ്ഠനായ ഈ നല്ല കർത്താവിനെ രക്ഷകനെന്ന് അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പിതാവ് നമ്മെ സ്നേഹിച്ചല്ലോ. ആ സ്നേഹത്തെ ഓർത്ത്, അവന്റെ കരുണയെ ഓർത്ത്, അവന്റെ വിശ്വസ്തതയെ ഓർത്ത് ഹല്ലേലൂയ രാവിലെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ ശ്രേഷ്ഠനായ കർത്താവിനെ ഹല്ലേലൂയ അനുദിനത്തിന് അനുഭവിച്ചറിയുവാൻ അവിടെ നമ്മെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. നമുക്ക് അവിടുത്തോട് പറയാം, ആരാധന അവിടുത്തെ സന്നിധിയിൽ ആരാധനയായി ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ പുതിയ ആഴ്ചയുടെ ആദ്യ ദിവസം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. സ്വാതന്ത്ര്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന സമയങ്ങളിൽ ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വമുള്ള വചനം അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകത്തോട് ഞങ്ങളോട് പറയുവാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തിക്കാട്ട്. ഞങ്ങളുടെ അകക്കണ്ണുകൾ തുറന്ന് അങ്ങേയുള്ളതുപോലെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ പരിജ്ഞാനത്താൽ ഞങ്ങളുടെ ഉള്ളത് നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരത്തിനായി സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നവരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. സൂമിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥകളാൽ ഭാരപ്പെട്ട ഭവനത്തിൽ കടന്നു വരുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ അതിവേഗം ഓടുന്ന വചനമയച്ചുള്ള സൗഖ്യം അവർ ശരീരാത്മദേഹങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവിടെയാക്കണമേ. സ്വാതന്ത്ര്യമില്ലാതെ ഏകരായ വിശ്വാസം ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പരിശുദ്ധ കടന്നു പോകുന്ന ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. ജയിലുകളിലും മറ്റും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദാസന്മാർക്കായി ദാസിമാർക്കായി സ്തോത്രം. കർത്താവേ, അവരെയും ഓർക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ വിനിയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവോപരി ഇന്ന് രാവിലെ ഞങ്ങളുടെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. കർത്താവേ, എല്ലാ നാമം യേശുവിന്റെ നാമം ശ്രേഷ്ഠമായ നാമം, എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവനെ എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ വചനത്തെ ഞങ്ങൾ വായിച്ചല്ലോ. രാവിലെ ഞങ്ങൾ സ്വമനസാലെ ആ നാമത്തിന് മുമ്പിൽ കീഴടങ്ങുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം ഏറ്റവും വലിയ നാമമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങളെ രക്ഷിച്ച നാമം, ഞങ്ങളെ നടത്തുന്ന നാമം, ഞങ്ങളെ വീണ്ടെടുത്ത നാമം, ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി തന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തിന് മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങുന്നു.
ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു. രാവിലെ ഞങ്ങളുടെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ല പിതാവിനെ സ്തുതിപ്പാൻ, ഈ ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് നമ്മെ തന്റെ പുത്രനിലൂടെ തെരഞ്ഞെടുത്തല്ലോ. അവിടുത്തെ നാമത്തെ ഒന്നുകൂടെ വാഴ്ത്താം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ പറയുന്നു. നമുക്ക് ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാവം വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം, സാം നമ്പർ 98. ഹല്ലേലൂയ. സാം നമ്പർ 98 വാക്യപ്രതിവാക്യമായി വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. വായിക്കുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന്റെ ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സമുദ്രവന നിറവും ഭൂതലത്തിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവന് യോഗ്യനാണെന്ന് തെളിയിക്കുന്ന ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യമാ: നാം അവനെ മഹത്വപ്പെടുത്തുക. ചില വാക്കുകൾ ഞാനൊന്ന് പറയാം. 1, പാട്ട് പാടുക. 2, ആർപ്പിടുക. 3, കീർത്തനം ചെയ്യുക. 4, മുഴങ്ങുക. നമ്മുടെ ശബ്ദം മുഴങ്ങട്ടെ. അടുത്തത്, ഉല്ലസിച്ച് ഘോഷിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് ആരാണ്? അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല അത്ഭുതങ്ങൾ. ഏറ്റവും വലിയ അത്ഭുതം, നീചരായിരുന്ന പാപികളായിരുന്ന നമ്മെ അവന്റെ പുത്രനാക്കുവാൻ, മക്കളാക്കി തീർക്കുവാൻ അവന്റെ പുത്രനിലൂടെ നമ്മെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ്, അത് വലിയ അത്ഭുതം തന്നെയാണ്. ഹല്ലേലൂയ. അവന്റെ വലങ്കൈയാണ് അത് പ്രവർത്തിച്ചത്. അവന്റെ വലങ്കൈ, വിശുദ്ധ ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. യേശു കർത്താവിനെ ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, അവന്റെ അത്ഭുത പ്രവൃത്തിയെ ഓർത്ത് ഹല്ലേലൂയ. കാഹളനാദത്തോടെ, തൂര്യനാദത്തോടെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് അവനെ ആർപ്പിടാം. ആമേൻ. ചുറ്റുപാടുകൾ നോക്കാതെ, ഹല്ലേലൂയ, സ്റ്റേജിലുള്ളവരെ നോക്കാതെ, നമ്മെ തന്നെ ഒന്ന് കണ്ടുകൊണ്ടിരുന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എന്താണെന്ന് ഓർത്ത് അവിടുത്തെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഒന്ന് തയ്യാറാക്കി ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഈ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ചില ഗാനങ്ങൾ പാടുമ്പോൾ അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനൊരു ആഹ്വാനമാണ്, അതൊരു സഹായമാണ്. എന്നാൽ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ ഇന്ന് രാവിലെയും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ എൻ്റെ സർവാന്തരംഗവുമേ യഹോവയേ. മനമേ ദിനം വാഴ്ത്തുക നീ എൻ്റെ സർവാന്തരംഗവുമേ യഹോവയേ. മനമേ ദിനം വാഴ്ത്തുക നീ തന്നുപകാരങ്ങൾ ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനേ വാഴ്ത്തിപ്പുകഴ്ത്തിടാം. തന്നുപകാരങ്ങൾ ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനേ വാഴ്ത്തിപ്പുകഴ്ത്തിടാം. നിന്നകൃത്യങ്ങൾ മോചിച്ചിടുന്നു, നിന്നോടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, നിൻ ജീവനവൻ വീണ്ടെടുത്തിടുന്നു. നിന്നകൃത്യങ്ങൾ മോചിച്ചിടുന്നു, നിന്നോടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, നിൻ ജീവനവൻ വീണ്ടെടുത്തിടുന്നു.
ദിനം വാഴ്ത്തുക നീ. നിന്നുടെ യൗവനം കഴുകൻ പോൽ പുതുക്കി നന്മയായി വാഴ്ചവൻ തൃപ്തിയെ തരുന്നു. നിന്നുടെ യൗവനം കഴുകൻ പോൽ പുതുക്കി നന്മയായി വാഴ്ചവൻ തൃപ്തിയെ തരുന്നു. പീഡിതർക്കായി നീതിന്യായം നടത്തി തന്ദയ നമ്മെ അണിയിക്കുന്നു. കൃപയും കരുണയും നിറഞ്ഞവൻ താൻ. പീഡിതർക്കായി നീതിന്യായം നടത്തി തന്ദയ നമ്മെ അണിയിക്കുന്നു. കൃപയും കരുണയും നിറഞ്ഞവൻ താൻ. ഓ എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവ്വ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. നമ്മുടെ പാപങ്ങൾ ഒത്തവിധം പരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ ഒത്തവിധം പരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. വാനം ഭൂമിക്കുമേൽ ഉന്നതം പോലെ തന്ദയ ഭക്തർമേൽ ഉന്നതം തന്നെ. നാം വെറും പൊടിയവനോർത്തിടുന്നു. വാനം ഭൂമിക്കുമേൽ വാനം ഭൂമിക്ക് മീതെ ഉന്നതം പോലെ തന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. ഓർത്തിടുന്നു. എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവാന്തരംഗവുമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. നരനുടെ ആയുസ് പുല്ലുപോലാകുന്നു വയലിലെ പൂപോൽ ക്ഷണികമീ ഉലകിൽ. നരനുടെ ഹല്ലേലൂയ പുല്ലുപോലാകുന്നു വയലിലെ പൂപോൽ ക്ഷണികമീ ഭൂമിയിൽ. എങ്കിലോ തന്ദയ ഭക്തരിലും നീതി മക്കളുടെ മേലും സുസ്ഥിരം തന്നെ. നിയമങ്ങൾ പ്രമാണിപ്പോകും. എങ്കിലോ തന്ദയ ഭക്തരിലും നീതി. തന്റെ ദയ എത്രയോ വലുതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളുടെ നടുവിലും അവിടുത്തെ ദയ നാം അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ. ദിനം വാഴ്ത്തുക നീ എന്റെ സർവാന്തരംഗവുമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. സ്വർഗസിംഹാസനെ നിത്യമായി വാഴുന്ന സ്തുത്യനവ്യാഹിനെ വാഴ്ത്തി വണങ്ങിടാം. സ്വർഗസിംഹാസനെ നിത്യമായി വാഴുന്ന സ്തുത്യനവ്യാഹിനെ വാഴ്ത്തി വണങ്ങിടാം. തൻ വചനത്തിന്റെ ശബ്ദം ഗ്രഹിച്ചു സംഗീതം ചെയ്യുന്ന ശുശ്രൂഷകൻ വാഴ്ത്തുവിൻ യഹോവയിൻ വന്നാമത്തെ. തൻ വചനത്തിന്റെ ശബ്ദം ഗ്രഹിച്ചു സംഗീതം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി വാഴ്ത്തുവിൻ യഹോവയിൻ വന്നാമത്തെ. ദിനം വാഴ്ത്തുക നീ എന്റെ സർവ്വ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. നീ എന്റെ സർവാന്തരംഗവുമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവ്വ. ഹല്ലേലൂയ. നമ്മുടെ
പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ എത്രയോ വലുതായിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord, praise the Lord. പീഡിതർക്കായി നീതിന്യായം നടത്തുന്നവൻ, ദയയാൽ നമ്മെ അണിയിക്കുന്നവൻ, പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്തവൻ. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് ഉയർന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവൻ നമ്മോട് കരുണ തോന്നുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. രാവിലെ ഈ നല്ല കർത്താവിനെ, ഈ വലിയ കർത്താവിനെ, ഈ ശ്രേഷ്ഠമായ നാമമുള്ളവനെ സ്തുതിപ്പാൻ അവിടുത്തോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിക്കട്ടെ. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ സ്നേഹം നമുക്ക് ഓർക്കാം. പാട്ടുകാരൻ പറയുന്നത് ഇതാ: യേശുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ഉള്ളം പൊങ്ങുന്നേ, തൻ്റെ സ്നേഹം മാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ്റെ സ്നേഹം, ആയതിൻ ധ്യാനമൻ ജീവിതത്തിൻ്റെ ഭാഗ്യം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്യമാണ് വചനത്തിലുള്ളത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയും ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. രാവിലെയും അവിടുത്തെ സ്നേഹത്തിന്റെ നിറവിലാണ് നാം ആയിരിക്കുന്നത്. ആ സ്നേഹത്തെ നമുക്ക് ഓർത്തവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമൻ ജീവിതമായവേ, ആയതിൻ ധ്യാനമൻ ജീവിതമായവേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തന്ന ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തന്ന ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാ, എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ. ഹല്ലേലൂയ. എന്നെ യോഗ്യനാക്കിയ സ്നേഹമേ. ഹല്ലേലൂയ. ഓ യേശുവിൻ സ്നേഹത്താൽ, ഹല്ലേലൂയ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോൻ, ഹല്ലേലൂയ, മൂലക്കല്ലാകുവാൻ സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയദാനനിൽ വേലയും തികച്ചു, സ്വർഗീയദാനനിൽ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹം. കർത്താവിന്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ളം പൊങ്ങട്ടെ. അവന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, അവന്റെ കരുണയെ നമുക്ക് ഓർക്കാം, അവന്റെ വീണ്ടെടുപ്പിനെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. We praise you, Lord. ചിന്താതീതമത്രേ, ഹല്ലേലൂയ, ചിന്താതീതമത്രേ. ഓ അത്ഭുത
അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോ, സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോ. ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൽ അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപനിൽ അതുല്യ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ ശത്രുവായ നമ്മെ തന്റെ സ്വന്തമാക്കി. ഹല്ലേലൂയ. മക്കളാകുന്നവരുടെ ആ സ്നേഹത്തെ ഓർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തെ നമ്മളുള്ള പോകട്ടെ, ആ സ്നേഹത്തെ നമ്മളുള്ള നിറയട്ടെ. ഹല്ലേലൂയ. അത് ചിന്താതീതമാണ്. ഹല്ലേലൂയ. ഓ കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ ജീവകിരീടവും ജ്യോതിയാം ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിദ്യൂതർക്കും പാടാം അസാധ്യമേയത്, വിദ്യൂതർക്കും പാടാം അസാധ്യമേയത്. കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച, കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാട പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാട പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ. കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച, കാൽവരിഗിരിയിൽ കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കർത്താവിന്റെ ദർശനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ സ്നേഹം പ്രദർശിപ്പിച്ച സ്ഥലമാണ് ക്രൂസ്. ആ ക്രൂസിനെ നമുക്ക് ഓർക്കാം, അവിടുത്തെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, അവിടുത്തെ ത്യാഗമരണത്തെ നമുക്ക് ഓർക്കാം. Hallelujah. We love you, Lord. We love you, Lord. Hallelujah.
കഴിയാത്ത വീണ്ടെടുപ്പിന്റെ ഗാനം പാടുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവാം എന്നെ തന്റെ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപാ, നിന്റെ അതുല്യ സ്നേഹമത്രയോ വലിയതാണ്. സദാസമയവും ദൂതന്മാർ, കെരൂബുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാറാഫുകൾ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് പാടുവാൻ ഈ വീണ്ടെടുപ്പിന്റെ ഗാനം അവർക്ക് പാടാൻ കഴിയില്ല. കാരണം അവരെ അല്ല വീണ്ടെടുത്തത്, എന്നെ നിങ്ങളെമാ. തന്റെ സ്വന്തം രക്തം, പുത്രന്റെ സ്വന്തം രക്തം തന്ന് വീണ്ടെടുത്തത് എന്നെ നിങ്ങൾക്കുമാ. ഹല്ലേലൂയ. സ്നേഹം എത്രയോ വലിയതാണ്. ആ അതുല്യ സ്നേഹത്തെയാണ് നാം പാടിയത്. ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതമാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസ്നേഹിലായിരിക്കാൻ അവിടുന്ന് നമ്മെ ബലപ്പെടുത്തട്ടെ. സഹോദരന്മാരെന്നൊരാൾക്ക് ശബ്ദം കൊടുത്ത് ചുരുക്കം വാചകങ്ങൾ തുടർന്നുള്ള ശുശ്രൂഷാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes. Hallelujah. Yes, Lord. Amen. Amen. ഇരിക്കാമല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർ ക്രിസ്തുയേശുവിനെ തന്നെ നാമത്തിന് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഒരാഴ്ച നമ്മെ വിട്ട് കടന്നുപോയി. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ വീണ്ടും കർത്താവിൻ്റെ പാദപീഠം കടന്നു വന്ന് കാൽവരി സ്നേഹത്തെ ഒന്നുകൂടെ ഓർക്കുവാൻ, പാട്ടുകളെ പാടി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ കർത്താവ് ഒരുക്കുന്ന സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ യങ്സ്റ്റേഴ്സ് ടു കം ഫോർവേഡ്. വന്നാട്ടെ. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Ephesians 2 verse 10. For we are God's workmanship, created in Christ Jesus to do good works which God has prepared in advance for us to do. Love the Lord your God with all your heart,
with all your soul, with and with all your strength. Deuteronomy 6 verse 5. One another has I, just as I have loved you. John 13:34. Genesis 3, verse 6. When the woman saw that the fruit of the tree was good for food and pleasing to the eye, and also desiring to for gaining wisdom, she took some and ate it, and she gave some to her husband, and he who was with her, he also ate. Commit your actions to the Lord, and your plans will succeed. Proverbs 16, verse 3. So therefore, put on the full armor of God, so that when the day of evil comes, you may be able to stand, and after everything you have done, to stand. Ephesians 6, verse 13. Ephesians 6, verses 10 and 11. Finally, be strong in the Lord and in his mighty power. Put on the full armor of God so that you can take your stand against the devil's schemes. Hebrews chapter 13, verse 15. Through him, then, let us continue to offer up a sacrifice of praise to God. That is the fruit of lips that give praise to his name. Genesis 3, verses 1. Now that the serpent was more crafty than any other wild animal the Lord God had made, he said to the woman, "Did God really say you must not eat from any trees in the garden?" In truth, I perceive that God shows no partiality, but in every nation, whoever fears him and works righteousness is accepted by him. Acts chapter 10, verse 34 and 35. Amen. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. സാമുവൽ ജോഷുവ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചാദ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ് തന്ന ദാനങ്ങൾ അവരെ കർത്താവിൻ്റെ പഥ്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തേണ്ടതുണ്ട്. കുടുംബങ്ങളെയും സഭയും കർത്താവിടെയാക്കി പ്രാർത്ഥിക്കാം. വളരും തോറും ദൈവകൃപയിൽ വളരുവാൻ കർത്താവിടെയാക്കി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വ്യാസാം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Thank you, Lord. 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 Yes, Lord. Amen. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സഹായിക്കട്ടെ. കടന്നു വന്നവർക്കായി സ്തോത്രം. സുമനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമായ കർത്താവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ.
അതിൻ്റെ 9ഉം 10ഉം മാത്രം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു. ഫോർ ഗോഡ് ഈസ് മൈ വിറ്റ്നസ്, whom I serve with my spirit in the gospel of his Son, that without ceasing I make mention of you always in my prayers, making request Eve by some means. Now at last I may find a way in the will of God to come to you. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അടിയുടെ പ്രിയപ്പെട്ടോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ തിരുവചനം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഞാൻ ഇതിനു മുമ്പ് ചില വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട് 4 വർഷത്തിന് മുൻപ്. ഇന്ന് 9ഉം 10ഉം ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നതെങ്കിലും പൗലോസിൻ്റെ ചില ആഗ്രഹങ്ങൾ, ഒരു ഭക്തൻ്റെ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹത്തെ ദൈവം ആദരിക്കും. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹം. അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ എൻ്റെ ടോപ്പിക് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. എ ലൈഫ് വിറ്റ്നസ്ഡ് ബൈ ഗോഡ്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ശരിയാണോ തെറ്റാണ് ഞാൻ പറയണേ. ദൈവത്തെ സാക്ഷി നിർത്തിയുള്ള ഒരു ജീവിതം. റൈറ്റ് അല്ലയോ? എത്ര പെർഫെക്റ്റ് ആയിരിക്കും. ദൈവത്തെ സാക്ഷി നിർത്തിയുള്ള ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ. മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റല്ല നമുക്ക് വില. ഞാൻ എന്തെന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഉയർത്തുന്ന വരേണ്ടത്. മനുഷ്യൻ ഇന്ന് എഴുതുന്ന സർട്ടിഫിക്കറ്റ് മായ്ച്ചു കളയാൻ കേട്ടോ, നാളെ വേറെ എഴുതും. എന്നാൽ അവൻ എഴുതിയാൽ എഴുതുക. ഓർക്കുന്നുണ്ടോ ആ ടോപ്പിക്ക്? എഴുതിയത് എഴുതി. സ്തോത്രം. ആഗ്രഹം ഈ ദൈവത്തെ സാക്ഷി നിർത്തിയുള്ള, മോനെ മാറ്റിയത്, ദൈവത്തെ സാക്ഷി നിർത്തിയുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ഒത്തിരി ഭക്തന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ദൈവം പറയാം, അവൻ എൻ്റെ സ്നേഹിതനാ, അവനെൻ്റെ. നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ അവൻ നമ്മളെക്കുറിച്ച് പറയണം. അവനെൻ്റെ സ്നേഹിതനാ. അതുകൊണ്ട് ഞാൻ വല്ലതും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ആരോട് പറയും? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കത്തില്ല. എന്താ കാര്യം? ഞാനും അവനുമായിട്ടൊരു ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും അവനുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൃഷ്ടിച്ച വേദഭാഗം, നിനക്ക് പ്രിയനായവൻ അല്ല എനിക്ക് പ്രിയനായവൻ വിടുവിക്കപ്പെടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാ വിടുവിക്കപ്പെടുന്നത്? അവന് പ്രിയ. സ്തോത്രം. അപ്പോൾ അബ്രഹാമിൻ്റെ വിഷയം, ദൈവത്തിന് സ്നേഹിതനായതുകൊണ്ട് ഒരു വിഷയം ചെയ്യാൻ പോകുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയും. അങ്ങനെ പറയാൻ വരുമ്പോൾ അതൊരു പാക്കേജ് ഡീലാണ് കേട്ടോ. ആ വീട്ടിൽ വന്നത് പറയാൻ എന്തോ പറയാനാ വന്നത്? സോദോമിലേക്ക് പോകുന്ന വഴി സോദോമിലെ അകൃത്യം പെരുകിയത് കൊണ്ട് ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറയുവാൻ വേണ്ടി ദൈവം ദൂതന്മാരുമായി ആ വീട്ടിലേക്ക് വന്നു. വന്നത് സ്നേഹിതനായതുകൊണ്ടാണ്. പക്ഷേ സ്നേഹിതൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി പോലും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം ഈ ഭവനത്തിൽ എൻ്റെ വാഗ്ദത്വം വെളിപ്പെടും. ഈ പകൽക്കാലം ചിന്തിക്കാമോ? അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് വന്ന മാനുഷികമായ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കും. ദൈവം പറഞ്ഞാൽ മാറത്തില്ല.
അടുത്ത വ്യക്തി ആ ജോസഫ്, അവൻ പറയുവാണേ, ഞാൻ ദൈവത്തോട് പാപം ചെയ്തില്ല. ദൈവത്തോടുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞത്, എനിക്ക് ദർശനം പൂർത്തീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. അവൻ തന്ന ദർശനപ്രകാരം ഞാൻ പോകുന്നു. എനിക്ക് വലിയ ഭാരവും പ്രയാസമൊന്നുമില്ല. പല സാഹചര്യങ്ങൾ കടന്നുപോയെങ്കിലും ഇപ്പോഴുള്ള സാഹചര്യത്തിലും എനിക്കൊരു കാര്യം അറിയാം, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവനോട് പാപം ചെയ്യത്തില്ല. മോശ ദൈവം അഭിമുഖമായി സംസാരിച്ച വ്യക്തി. ഒരിക്കൽ മോശ പറഞ്ഞു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. അറിയുന്നതും അടുത്തറിയുന്നതും വ്യത്യാസമുണ്ട്, അല്ലയോ? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു പതിൽ പറയാണ്, നിന്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണമേ. നീ ഇല്ലെങ്കിൽ ഞങ്ങളെ വിടരുത്, അയക്കരുത്. കാരണം ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. താഴോട്ടും ദൈവം പറഞ്ഞു കേൾക്കണോ, മോശേ ഞാൻ നിന്നെയും അടുത്തറിഞ്ഞിരിക്കുന്നു. ഒരു സ്വതന്ത്രമൊക്കെ ഒന്ന് പറഞ്ഞു. നമുക്ക് അനുഭവം ഇല്ലെങ്കിലും ഭക്തന്മാരുടെ അനുഭവം പറയുമ്പോഴെങ്കിലും സ്വതന്ത്രം പറയണ്ടായിരുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തെ അടുത്തറിയുമ്പോൾ അവൻ നിന്നെയും അടുത്തറിയും. ഇതാണ് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം. പ്രയോറിറ്റിയും പ്രിഫറൻസും എല്ലാം അവനാണ് എൻ്റെ സ്നേഹിതൻ, അവനാണ് എൻ്റെ കർത്താവ്, അവനാണ് എന്നെ അറിയുന്നവൻ, അവനാണ് എൻ്റെ വിഷയത്തിന്മേൽ ഉള്ളവൻ. യോശുവ, നിങ്ങൾ എന്തോ വേണമെങ്കിലും ചെയ്തു, ആരെങ്കിലും സേവിച്ചു, എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഒരു തീരുമാനം എനിക്കുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ? ഏത് സാഹചര്യം മാറി മറിഞ്ഞു വന്നാലും ഞാനും എൻ്റെ കുടുംബവും, നാം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ഇന്ന് രാവിലെ സമയം ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയട്ടെ, ദൈവഹിതമാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. വിശ്വസിച്ചാൽ മതി. ദൈവം വാഗ്ദത്തമുണ്ടോ? വിശ്വസിച്ചാൽ മതി. ദൈവം നിങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട സാഹചര്യത്തിൽ പറഞ്ഞാൽ മതി. കർത്താവ്, നീ പറഞ്ഞാൽ വാക്കുമാറുന്ന ദൈവമല്ല. ദൈവം ചെയ്യുമെന്ന് ചില ഭവനങ്ങളിൽ അതായത് കൂടപ്പറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സഹോദരങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാമോ? ഒറ്റയ്ക്ക് നിങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഓരോ ആത്മീയനും വിശ്വസിക്കണം. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലയോ? ഒറ്റയ്ക്ക് ഇറങ്ങി അനേകർ പിന്നെ അവരുടെ പിന്നാലെ കർത്താവിനെ കണ്ടവർ. ഞാൻ മുൻപോട്ട് പോട്ടെ. ദാവീദ് പറയുകയാണേ, ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് പലപ്പോഴും, ഒരിക്കൽ പറഞ്ഞു 116 സങ്കീർത്തനത്തിൽ 116 ഞാൻ അവനെൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പൊ എനിക്ക് അവനെ സ്നേഹിപ്പാനൊരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ് അവൻ്റെ സ്ഥലം മുട്ടുകുത്തുമ്പോൾ എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഭക്തൻ അങ്ങനെ പറയുമ്പോൾ അതിലും ഉപരി പുതിയ ഭക്തന് ദൈവത്തെ സ്നേഹിപ്പാൻ വഴിയുണ്ട്. ഇന്ന് രാവിലെ പാടിയ പാട്ടിന് അതിനകത്തുണ്ട്. ക്രൂശ് മുഖാന്തരം നമ്മെ സ്നേഹിച്ചവനെ സ്നേഹിപ്പാൻ പ്രാർത്ഥനയും യാതനയും തൽക്കാലം കേട്ടില്ലേലും കുഴപ്പമില്ല. സ്തോത്രം. പഴയ ഭക്തൻ അങ്ങനെ പറയുമ്പോൾ പുതിയ ഭക്തൻ എന്തുവാ? ക്രൂശിനെ ധ്യാനിക്കുന്നത്. തൻ്റെ പുത്രനെ തന്ന അവൻ എന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതേ ദാവീദ് 118 സംഘത്തിന് പറയുന്നത് എന്തുവാ? എൻ്റെ ബലമായ രാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇച്ചിരൂടെ ഈസിയാ പറയാൻ. ഞാൻ എൻ്റെ വിഷയം എന്തുവാ? ദൈവത്തെ മുൻനിർത്തിയുള്ള ഒരു ജീവിതം. എ ലൈഫ് വിറ്റ്നസ്ഡ് ബൈ ഗോഡ്. ദൈവം പറയുന്ന ജീവിതം, ദൈവം പറയുന്ന സാക്ഷ്യം. യെസ്, ദൈവം പറയുന്ന സാക്ഷ്യം. ആ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു രാജാവാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു പിതാവാണ്, ഞാനൊരു സൈന്യത്തിന് നായകനാണ്. അവിടെ നിങ്ങൾ കേൾക്കണം എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്തുവാ?
എൻ്റെ പ്രാർത്ഥനയും യാചനയും എൻ്റെ ദൈവം കേൾക്കുന്നുള്ള ഞാൻ അവനെ സ്നേഹിക്കുന്നു. അതൊരു നല്ല സാക്ഷ്യൻ വാചകമാണ്, സ്റ്റേറ്റ്മെൻറ്റാ. പക്ഷേ 18:1 അത് പബ്ലിക്കിനോടല്ല പറയുന്നത്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാണ് ദൈവം സർട്ടിഫൈ ചെയ്ത ഒരു, ഇതാരാ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. എനിക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 18 താഴോട്ടൊന്ന്, 18:1 മുതൽ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ തുടക്കം തന്നെ എൻ്റെയാ. അവൻ തൻ്റെതായിട്ടും ക്ലെയിം ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും എൻ്റെ പാറയും എൻ്റെ പരിചയം. യോ, എന്തുവല്ല ഈ പറയുന്നത്. ദൈവത്തെ സാക്ഷ്യത്തുള്ള ഒരു ജീവിതം അവന് തന്നെ പറയാം, ഇതെല്ലാം എൻ്റെതാ. എൻ്റെ ഗോപുരവും എൻ്റെ ശൈലവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും. നമുക്കൊന്നിന് പറയാം, എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രീച്ചേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസ് ഹി ദ ഓൺലി സേവിയർ ഓഫ് ദ വേൾഡ്? ആൻസർ, വൺ ഓഫ് ദീന. നോക്കണം ക്രിസ്ത്യൻ്റെ എങ്ങോട്ട് പോയെന്ന്. പക്ഷെ ഇന്ന് നമുക്ക് എൻ്റെ രക്ഷകൻ ഒന്നേ ഉള്ളൂ. നമ്മുടെ സ്വന്തമാക്കിയ ഒരുവനാണ്. മുമ്പോട്ട് പോട്ടെ. അങ്ങനെ പഴയ നിയമ ഭക്തൻ പറയുമ്പോൾ പുതിയ നിയമ ഭക്തൻ പറയുക, അവനൊത്തിരി ആഗ്രഹമുണ്ട്. അവനൊത്തിരി ആഗ്രഹം. ഞാൻ പറയട്ടെ, ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹത്തെ ആലോചനയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന. നമ്മുടെ ആഗ്രഹവും തെറ്റൊന്നുമല്ല, ദൈവഹിതപ്രകാരം ആഗ്രഹിക്കണമെന്നേ ഉള്ളൂ. അനേക ഭക്തന്മാരുടെ ആഗ്രഹമുണ്ട് ഇതിനകത്ത്. ഇവനൊരു ആഗ്രഹം, എനിക്ക് റോം ഒന്ന്, റോമിലെ അവിടുത്തെ പുരാതന വസ്തുക്കളും ആണോ, എങ്ങനെയെങ്കിലും കപ്പലെ കയറി റോം വരെ ഒന്ന് പോവുകയും ഒരു എന്താണ് പറയുന്നത്, ക്രൂസ് പോകും. തെറ്റൊന്നുമല്ല കേട്ടോ, എനിക്കൊന്ന് ചാൻസ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക, ഞാൻ കിട്ടിയില്ല ഇതുവരെ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഭാഷ പിന്നെ ഇത് പറഞ്ഞിട്ട് ഇനി പോയെങ്കിൽ ഭാഷ അന്ന് പറഞ്ഞിരുന്നു വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഒരു നോർമൽ കാര്യം പറയുക. സ്ഥലം കാണാൻ പോകുന്ന കുഴപ്പമൊന്നുമില്ല. യൂറോപ്പിലോ ജപ്പാനിലോ. പിന്നെ എവിടേക്കാണ് പോയത്? ഒരു കുഴപ്പമില്ല. ഒത്തിരി ആയതുകൊണ്ട് മറന്നു പോയെന്ന്, സാരമില്ല. പക്ഷെ ഇവിടെ അവൻ്റെ ആഗ്രഹം അതല്ല, എനിക്ക് അവിടുത്തെ ഭക്തന്മാരെ ഒന്ന് കാണും. ആഗ്രഹം നോക്കിയേ, കാണാനുള്ള ആഗ്രഹം എന്തുവാ? ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടു. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കേട്ടാൽ നമ്മെ ഒന്ന് കാണാൻ താല്പര്യമുള്ളത്തക്കവണ്ണം ആയിരിക്കണം ജീവിതം. ഒരു നല്ല സോഴ്സും പറയാമോ? റോമിൽ പോയിട്ടില്ല, റോമിലെ ഭക്തന്മാരെ കുറിച്ച് കേട്ടു. എന്താ കേട്ടത്? അവിടെ കേട്ടില്ലേ? നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനേക്കാൾ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം, ഞാൻ പറയട്ടെ, നമ്മളെ ഒക്കെ ഓർത്ത് വല്ലവരും ദൈവത്തെ ഒക്കെ സ്തുതിക്കണമെങ്കിൽ അതനുസരിച്ചൊരു ജീവിതമായിരിക്കണം. ഒരു നല്ല തോന്നൽ പറയാം. ഇതിന് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഒരു വ്യക്തി സബ്സ്റ്റിറ്റ്യൂട്ട് പറയണ്ട, ഒരു മീഡിയയും പറയണ്ട. നീ ദൈവത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച ദൈവം തന്നെ അതിനുവേണ്ടി സാക്ഷ്യം എടുക്കും. അവരെക്കുറിച്ച് കേട്ട് അന്ന് മുതൽ ഒരു ഭക്തൻ ആഗ്രഹിക്കുക, എനിക്കൊരു ചാൻസ് കിട്ടിയതെങ്കിൽ ദൈവമേ. ദൈവഹിതപ്രകാരമുള്ള ഒരു ആഗ്രഹമാണ്. ഭക്തന്മാരെ, ഏത് ഭക്തന്മാരെ? വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരെ.
ഇന്നലത്തെ വൈകുന്നേരം ക്ലാസ്സിൽ നമ്മൾ കേട്ടു, റോമാലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും അതും ഒരു മാതൃകാ സഭയാ. നിങ്ങളുടെ വിശ്വാസം ഞാൻ കേട്ടു എന്ന് പൗലോസ് പറയുന്നു. ദൈവത്തോടുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ റോമിലെ സഭയും തെസ്സലോനിക്ക സഭയും അതിനോട് ചേർത്ത് ഒരു സഭയോട് ആഡ് ചെയ്യാമോ? ഒന്ന് പറഞ്ഞേ, നമ്മുടെ കാര്യമല്ലേ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമൊന്നും പറഞ്ഞില്ലെങ്കിൽ, നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും പറയിപ്പിക്കാതിരിക്കണം. നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ന് ഞാൻ നല്ലത് പറയിപ്പിക്കേണ്ടതാണോ പറഞ്ഞത്? ഞാൻ അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം. നിങ്ങൾക്കറിയാമോ അതായത് അപ്പോസ്തല പ്രവൃത്തി 19:21 വായിച്ചേ. 19:21. അപ്പോസ്തല പ്രവൃത്തി 19:21. പൗലോസ് ഇങ്ങനെ മിശ്ര യാത്ര ചെയ്യുക. ഇതൊക്കെ പോകുന്നതിന് മുമ്പ് മനസ്സിൽ നിശ്ചയിച്ചതാ. എങ്ങനെയെങ്കിലും അവിടെ പോയി ക്രിസ്തുവിന് സാക്ഷിയാകണം. എന്നെ രക്ഷിച്ചവനെ ഒന്ന് പറയണം. എനിക്ക് ലഭിച്ച വിശ്വാസത്തിൽ തീഷ്ണത അവരോടൊന്ന് അറിയണം. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അവരോടൊന്ന് പറയണം. ആ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഈ സഭയ്ക്ക് ഈ വർഷം ആഗ്രഹം ഉണ്ടാകണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഒന്നിച്ച് കർത്താവിനോട് നിൽപ്പതൊക്കെ വേണം. ഈ പട്ടണത്തിൽ നിന്നാൽ ദൈവം ഒരു സാക്ഷിയുടെ സഭയായി തീർക്കും ഇത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബാക്കി മുഴുവൻ വായിച്ചില്ല. ഞാൻ അവിടെ ചെന്ന ശേഷം ഇത് പറഞ്ഞതേ ഉള്ളൂ. റോമാലേഖനത്തോട് വായിച്ചത് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് വായിച്ചേ. അപ്പൊ ആഗ്രഹമുള്ളത് എന്ത് ചെയ്തു? പറഞ്ഞു. ദൈവാത്മാവിൻ്റെ ഗൈഡൻസിൽ ദൈവഹിത പ്രകാരം നമുക്ക് ഒരു പരിശുദ്ധാത്മ നിയോഗം ലഭിച്ചാൽ അത് സാധിക്കുമെന്ന് പറയണം. ജീവനും ബാക്കി പറയാമോ? ശരിയാ, താങ്ക് യു. ജീവനും മരണവും എവിടെ ഇരിക്കുന്നു? ഞാൻ ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, അവൻ്റെ നാമത്തിനു മുഖത്തുണ്ടി ആഗ്രഹിക്കുന്നു. ആ വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി നീ ഒരു സാഹചര്യം ഒരുക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ പോയി സാക്ഷിയാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് സാധിപ്പിക്കും. നമ്മളെല്ലാവരും ഇവിടെ തന്നെയൊക്കെ ഇരിക്കുന്നത് എന്തെന്നറിയാമോ? വലിയ ആഗ്രഹമൊന്നും അറിയാതെ പോലും എന്ത് ചെയ്തില്ല. മനസ്സിലായില്ല? നമ്മുടെ ആ അലോട്ടഡ് ബാക്കി പറയാമോ? ഞാൻ അവിടെ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തോ വിചാരിക്കും. ഒരു വിചാരിക്കൽ സുവിശേഷത്തിന് പോയ ഒരു വിചാരവുമില്ല എനിക്ക്. സഭയായിട്ട് പ്രാർത്ഥിച്ചയക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബാക്കി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആഗ്രഹമാ. എന്നിട്ട് ആ ആഗ്രഹം എന്തുവാ? റോമാലേഖനത്തിലെ ആഗ്രഹം. അപ്പോസ്തലൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. കാണുന്നവരൊക്കെ എന്താ പറയുന്നത്? ഇത് കേട്ട് എന്നാലും ഉണ്ടല്ലോ ആ റോമിലെ വിശ്വാസികൾ, അവരുടെ വിശ്വാസം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറയുന്നത് കേട്ടു. എനിക്ക് അന്നേരം മുതൽ അവരെ ഒന്ന് കാണണം. ഇത് വചനമാണ് പറയുന്നേ. എനിക്ക് അവരെ ഒന്ന് കാണണം. അങ്ങനെ കാണണമെന്ന് പറയുന്നത് മനുഷ്യരോട് പറഞ്ഞാൽ ദൈവത്തോട് പറയത്തില്ലേ? പറയുമെന്ന്. ഇനി അപ്പോസ്തല പ്രവൃത്തി 23:11 വായിച്ചേ. 23:11. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ഇതാരാ പറയുന്നേ? ആരുടെ ആഗ്രഹമായിരുന്നു?
ആഗ്രഹത്തെ ആലോചനയായി മാറ്റി. ഒരു സ്തോത്രം പറയാമോ? ആഗ്രഹമുള്ളതുകൊണ്ട് പോകരുത്. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ ആഗ്രഹിച്ച് പൗലോസ് ആസ്യയിലൊന്ന് പോകണമെന്ന്. തെറ്റല്ല ആഗ്രഹം, പക്ഷെ സമയമായില്ല. സമയം ഇപ്പം നീ പോകണ്ട. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, എന്നാലും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ഒന്ന്, യൂറോപ്പിലേക്കുള്ള സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് പൗലോസ്. അപ്പോൾ തന്നെ അവന്റെ ആഗ്രഹവും ദൈവം സാധിപ്പിച്ചോ ഇല്ലയോ? എന്തിനാ ആസ്യക്ക് പോകുന്നേ? ആസ്യയിലുള്ളവരോട് സുവിശേഷം പറയാൻ. പക്ഷെ നീ തൽക്കാലം പോകണ്ട. നീ ഒരിക്കലും പോകണ്ടെന്ന് പറഞ്ഞു ഇല്ലെന്നേ. നീ ഇപ്പം പോകണ്ട. എൻ്റെ ആഗ്രഹവും ഞാൻ സാധിപ്പിക്കും. നിന്റെ ആഗ്രഹവും ഞാൻ സാധിപ്പിക്കും. എൻ്റെ ആഗ്രഹം എന്താ? സുവിശേഷം യൂറോപ്പില് പോകണം, പറക്കണം, വചനം പറക്കണം. നിന്റെ ആഗ്രഹം എന്താ? ഏഷ്യക്ക് പോകണം. സാരമില്ല, ഞാൻ ഏഷ്യക്കാരത്തി ഒരു പെങ്കൊച്ചിനെ അവിടെ ആക്കിയിട്ടുണ്ട്. ബി സാറ്റിസ്ഫൈഡ്. ആരെന്നറിയാമോ? അവൾ എവിടുത്തെ കാര്യ? തുയച്ചേര എവിടെ ഉള്ളതാ? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലുണ്ടെന്നേ. ഏഷ്യാമൈനിലുള്ള 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഒരു സഭയുടെ പേരെന്തുവാ? തുയച്ചൈര. ഏഷ്യാമൈനിലെ തുയച്ചൈര സഭ. അവിടുത്തുകാരി ഒരു പെൺകുട്ടി ലുദിയ. നിങ്ങൾ നോക്കിയേ, ദൈവത്തിന്റെ പ്ലാൻ എങ്ങനെയായി കോയിൻസൈഡ് ആകുന്നത്, ഒന്നിച്ചേർന്നു. ഒരു ഭക്തന്റെ ആഗ്രഹമായി ഏഷ്യയിൽ പോയി വിറ്റ്നസ് ആകണം. അവന്റെ ആഗ്രഹം അത് വേറൊന്നുമില്ല. ഏഷ്യാമൈനിൽ പോയി എനിക്ക് കർത്താവിന്റെ സ്നേഹത്തെ പറ്റി ഷെയർ ചെയ്യണം. ഡെമസ്കോസിന്റെ പടിവാതികൾ കർത്താവ് എന്നെ കണ്ടവനെ പറ്റി പറയണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മാറ്റിയവനെ കുറിച്ച് എനിക്ക് സാക്ഷ്യം വഹിക്കണം. അവൻ ഒരു വ്യക്തിയാണെങ്കിലും എനിക്ക് പോകണം. ആ ആഗ്രഹവും ദൈവം സാധിപ്പിച്ചു. സുവിശേഷത്തിലെ ഗേറ്റ് വാതിൽ തുറക്കേണ്ടത് യൂറോപ്പിലേക്കുള്ളത് അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അവൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ആലോചനയും എല്ലാം ഒരുപോലെ വന്നു. നാം ദൈവഗീത പ്രകാരം ആഗ്രഹിച്ചാൽ ദൈവം നമ്മുടെ ആഗ്രഹത്തെ ആലോചനയായി മാറ്റും. അവൻ ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. നമ്മൾ മുൻപോട്ട് റോമാലേഖനത്തിൽ പൗലോസ് ആഗ്രഹിക്കുന്ന ആഗ്രഹം, ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടു. നിങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ 2 കാര്യമാണ് പൗലോസ് കേട്ടത് ആ സഭയെപ്പറ്റി പോകുന്നതിന് മുമ്പ്. ഒന്ന്, വിശ്വാസം. അത് കേൾക്കണം. ദൈവവചനത്തിൻ്റെ വിഷയം, ഉപദേശ സത്യം, ഇതെല്ലാം വിഷയത്തിൽ പെടുന്ന വിശ്വാസ സത്യം. പുത്രനെക്കുറിച്ചുള്ള വിശ്വാസം. 2, അറിയാമോ എവിടെ എഴുതിക്കുന്നത്? 16-ാം അധ്യായത്തിലാണ്. അങ്ങനെ 20 വായിച്ചേ. അതെ, അതിൻ്റെ മേലിലുണ്ട് 19-ാമത്തെ വാക്യം. നിങ്ങളുടെ അപ്പൊ 1 എന്തായിരുന്നു? 2 എന്തുവാ? ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ പീസിലെ വിശ്വാസങ്ങളെല്ലാം എന്തുവാ? വളരെ മുമ്പോട്ട് കയറിക്കാൻ പറഞ്ഞാൽ ഓടി കയറിയിരിക്കുന്നതാണ്. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം ഞാനല്ലേ പറമ്പില്ലാരാണ്. പ്രൈസലോ. പിന്നെ വചനം കേട്ടാൽ അതുപോലെ ഏറ്റെടുക്കുന്ന മാത്രമല്ല, എന്തുവാ? അനുസരിക്കുന്നവർക്കൂടെ. അത്ര സാക്ഷ്യമുള്ള ഒരു സഭയാണ് പ്രൈസ് ദി ലോർഡ്. ഐ ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയാൻ 10 പേരുണ്ടല്ലോ. നമ്മൾ പറയണം, നമ്മുടെ കാര്യം നമ്മളല്ലേ പറയേണ്ടത്. ഈ 2 സഭ, 1 വചനം അനുസരിക്കുന്നവൻ, 2 വചനത്തിൽ വിശ്വസിക്കുന്നവൻ. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ഉദാഹരണം എവിടെയെങ്കിലും ഉണ്ടോ?
ഉണ്ട്. ഒന്നാമത്തെ അത്ഭുതം നടന്ന എവിടാ? കാനാവില. അത്ഭുതങ്ങളുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി. അവൻ കാനാവിലെ കല്യാണ ദിവസം അത്ഭുതം, അടയാളം പ്രവർത്തിച്ചു. രണ്ട് കാര്യം. ഒന്ന്, അനുകൂലമായ സാഹചര്യമല്ലെങ്കിലും, ചോദ്യത്തിന് മറുപടി പോലും ഗുരു പറഞ്ഞത് അനുകൂലമല്ലെങ്കിലും, എനിക്കൊരു കാര്യം അറിയാം, ഇന്നിൻ്റെ ആവശ്യം അറിയാവുന്നവൻ ഭവനത്തിലുണ്ട്. ഇല്ലയോ? നിനക്ക് എന്താ കാര്യം ചോദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? എൻ്റെ സമയമൊന്നും എന്നാലേ വരുമ്പം ചെയ്യണമേ, ഞാൻ പോവാ, ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ. പക്ഷെ അവൾ പോയില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ അവൾ വിശ്വസിച്ചു. ഇവൻ ആരെന്ന് എനിക്കറിയാം. ഒരാവശ്യം വരുമ്പോൾ ഇവൻ പ്രവർത്തിക്കുന്നവനാ. ഇവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാ. ഇവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാ. ഇവൻ ആദ്യമേ ഉള്ളവനാ. ഇവൻ ഇമ്മാനുവേലാ. ഇതൊക്കെ ആര് കേട്ടതാ? മറിയ. വേറെ ആരും കേട്ടില്ലെന്നേ. നമ്മൾ എത്രയോ പ്രാവശ്യം ഇതെല്ലാം കേൾക്കുന്നു. സ്തോത്രം. ഒരാവശ്യം വരുമ്പം ഉപയോഗിക്കേണ്ടവനെ പറ്റിയല്ലയോ ദൈവഭക്തന്മാർ ഈ പറയുന്നേ. 10-30 വർഷമായി അന്ന് കേട്ടത് ഇന്നും ഓർമ്മയുണ്ട്. ഒരു വിഷയത്തിലൊരു ഭവനത്തിലൊരു വിഷയം വന്നാൽ ഒരുവനോട് അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് അവൾക്കറിയാം. ഞാനങ്ങ് വിചാരിക്കുന്നത് അവൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, അന്ന് കേട്ട ശബ്ദം അത് ഇവനിൽ എന്നാ പൂർത്തീകരിക്കുന്നതെന്ന്. ഇവൻ മശിഹായ, ഇവൻ രാജാവാ, ഇവൻ സമാധാന പ്രഭുവാ, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാ, ഇവൻ മഹാരാജാവാ, ഇവൻ അത്യുന്നതനാന്നൊക്കെ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പക്ഷേ 30 വർഷമായിട്ട് ഒന്നും പ്രത്യേകിച്ച് 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ പറഞ്ഞു നോക്കി പ്രസംഗിച്ചു നോക്കി കേട്ടു, അതേ ഉള്ളൂ. എന്നാൽ പൂർണ്ണ അനുസരണത്തോടെ ഭവനത്തിൽ പാർത്ത മൂത്ത പൈതൽ. ഒരു വിഷയം വന്നപ്പോൾ അവൾ പറഞ്ഞു, ഈ വീട്ടിൽ ഒരു വിഷയമുണ്ടായാൽ ഒരുവൻ ഇവിടെയുണ്ട്. ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. ഒരുവൻ ഇവിടെയുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും നമ്മുടെ വിഷയത്തെ കൺസേൺഡായ ഒരുവൻ ഈ ആലയത്തിലുണ്ട്, ദൈവഭവനത്തിലുണ്ടെന്നേ. ഇത് ദൈവഭവനമായത്. നാം കേവലം ആരാധിക്കാൻ വേണ്ടി ആരാധിച്ചോ പാട്ടുപാടാൻ വേണ്ടി വന്നതല്ല, അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ വേണ്ടി വന്നതാ. അത് ആർക്ക് വേണ്ടിയാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്, വിശ്വസിച്ചാൽ മാത്രം മതിയോ? കർത്താവേ അരുളി ചെയ്യണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പറയത്തില്ലേ? ഞാനും പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട്, കർത്താവേ ഇന്ന് പകല് എന്നോട് സംസാരിക്കണമേ, ഇന്ന് പകല് എന്നോട് സംസാരിക്കണമേ. കർത്താവ് എന്ത് ചെയ്യും? ആ പാവത്താൻ പറഞ്ഞല്ലോ എന്ന് സംസാരിക്കാം. നമ്മളീ പറഞ്ഞതല്ലാതെ കേട്ടാൽ എന്ത് ചെയ്യണം? അനുസരിക്കണമെന്നേ. ഇതെവിടെ കേൾക്കുന്നൊരു പിടിയില്ല. സോറി ഉണ്ടേ. ഇത്ര ഒച്ചത്തെ പറയുമ്പോൾ ഇത് എമർജൻസി ആണോ ചോദിക്കുന്നു പുള്ളി. ഐ ആം ഓക്കെ എന്ന് ഇട്ടു കേട്ടോ. അപ്പം ഗവൺമെൻറ് പറയും ഞാൻ ഈ ഒച്ചത്തെ പറയുന്നതിന് വിഷയമാണ്. പോലീസിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആർ യു ഓക്കെ? ഐ ആം ഓക്കെ എന്ന് പറയും നിർത്തത്തില്ലെന്ന്. എന്താന്ന് പറ. അപ്പോൾ ഇതിനേക്കാൾ കൺസൾട്ട് നമ്മൾ ദൈവം നമ്മെക്കുറിച്ച്. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ആർ യു ഓക്കെ മോനെ? സത്യം. ഹല്ലേലൂയ. ഓക്കെ, നോക്കണം. എവിടെയായിരുന്നു നമ്മൾ? കേൾക്കുന്നത്. ഞാനൊരു നല്ല ടോപ്പിക്ക് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നല്ല, എല്ലാം നല്ലതാണ്. താങ്ക് യു. അതാ ഓമൻ സിസ്റ്ററെ കാണുന്നില്ലെന്ന് പറയുന്നതിന് അർത്ഥം ഇതാ.
ചിലർ പറയും ഓമനയില്ലാത്തോട് സുഖമില്ലെന്ന് പറയും. ചെവിയുള്ളവൻ ഇതില്ലാത്തതാണോ നമ്മൾ? അല്ല, കേൾക്കുന്ന അനുസരിക്കുവാനുള്ള മനോഭാവം ആവശ്യം. ദാസന്മാരും വചനം വായിക്കുമ്പോൾ എന്തെല്ലാം ദൈവം നമ്മോട് സംസാരിക്കും, ഇല്ലയോ? അപ്പോൾ വിശ്വാസവും ഒന്ന്, അവൾ വിശ്വസിച്ചു ഭവനത്തിൽ ഗുരുവുണ്ട്. എൻ്റെ മോനുണ്ടെന്നല്ല വിശ്വസിച്ചത്, ഭവനത്തിൽ മശിഹായുണ്ട്, ഭവനത്തിൽ അത്യുന്നതിൻ്റെ പുത്രനുണ്ട്, ഭവനത്തിൽ അത്ഭുത മന്ത്രിയുണ്ട്, ഭവനത്തിൽ മശിഹായുണ്ട്, ഭവനത്തിൽ ഇമ്മാനുവേലുണ്ട്. ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല, വിവാഹം നടത്തിയവർക്കറിയാം. അവർക്ക് ചില ആചാരങ്ങളുണ്ട്. ദേശത്ത് നാണം കെട്ടുപോകുന്ന അവസരമാണ്. തല താഴ്ത്തേണ്ട സമയത്ത് തല ഉയർത്തി നിർത്തുന്നവൻ ഭവനത്തിലുണ്ട്. ഞാൻ പലപ്പോഴും പറയും, 18 വർഷം കൂനിയായ ഒരു സ്ത്രീയെ യേശു കണ്ടു. വേറെ ആരെയും കണ്ടില്ലേ? അതൊന്നും എഴുതിയിട്ടില്ല. കൂനിയായവളെ കണ്ടു. ശാരീരികമായി കൂന് സംഭവിച്ചില്ലെങ്കിലും തല താഴ്ത്താൻ എത്രയോ സാഹചര്യം വന്നു. അവൻ നമ്മെ കണ്ടതുകൊണ്ടാണ് ഇന്നും നേരെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിന് നിന്ന മാറ്റുവാൻ ദൈവം തീരുമാനിച്ച ദിവസം 2 കാര്യമാണ് നടന്നത്. ഒന്ന് വിശ്വാസം, 2 ഇതൊക്കെ പറഞ്ഞാലും മക്കളെ, അവൻ എന്തെങ്കിലും കൽപ്പിക്കും. എനിക്കറിയാം അവൻ കൽപ്പിക്കാൻ പോവുക. എനിക്കറിയത്തില്ല ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ഈ മറിയ പറഞ്ഞെന്ന്. അവൾക്ക് കിട്ടിയ മറുപടി എങ്ങനെയൊന്നുമല്ല, നിനക്കെന്താ കാര്യം, എൻ്റെ സമയം വന്നിട്ടില്ല. സ്തോത്രം. അതിലേക്ക് ഞാൻ കാനവച്ചൽ ഒരു കാര്യം പറയാറുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ. എൻ്റെ സമയം വന്ന സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്നുള്ള അതിനെ ഒരു കാനവച്ചം പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആട്ടോ. ഇപ്പം നിങ്ങൾ എന്നെ 9:30 പ്രസംഗിക്കാൻ വിളിച്ചു വന്നിരിക്കട്ടെ എന്നേ ഉള്ളൂ കേട്ടോ. 9:30 ഞാൻ 8:30 ഇവിടെ വന്നു. ആരാധനയ്ക്കൊരു സമയത്തും ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ദൈവവചനം പറയണമല്ലോ. എന്നെ അതിനുവേണ്ടി വിളിച്ചതാണല്ലോ. അപ്പോൾ 9:30 എനിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് എനിക്കറിയാം. 9:15 ജെയ്സൺ വന്ന് പറയുക, പാസ്റ്റർ 9:00 പ്രസംഗിക്കും കേട്ടോ. ഞാൻ എന്താ പറയും? അതെനിക്കറിയാം, ഞാൻ അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് റെക്കമെൻഡേഷൻ ഒന്നും ഒരു ആശയം മനസ്സിലായോ? ആ ഒരു അർത്ഥത്തിലാണ് കാനോച്ച പറഞ്ഞാണ്, എൻ്റെ അല്ല. ഞാൻ വന്നത് അതിനുവേണ്ടിയാണ്. അവൻ ഇന്ന് വന്നത് അതിനുവേണ്ടി. വിശ്വസിക്കാമോ? എനിക്കറിയത്തില്ല അവൾക്ക് എങ്ങ് മനസ്സിലായെന്ന്, പക്ഷെ അവൾ മനസ്സിലാക്കി. ആത്മാവിൽ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. റുട്ടീനായിട്ട് എല്ലാ സൺഡേ പോലും ഒരു സൺഡേയോടെ കിട്ടി ആരാധനയ്ക്ക് വന്നു. നോ 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 ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണെന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കുക. അതുകൊണ്ട് അതിനോട് ചേർന്ന് ലഭിക്കുന്ന വചനം അനുസരിക്കാനും ഏൽപ്പിച്ചു കൊടുക്കാമോ? എങ്ങും അടയാളങ്ങൾ നടന്നില്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ അടയാളം നടക്കും. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോയിട്ട് പൗലോസിൻ്റെ ആഗ്രഹം, അതാണല്ലോ നമ്മുടെ വിഷയം. പൗലോസിൻ്റെ ആഗ്രഹം. ഇനി 9-ാമത്തെ വാക്യം വായിക്കാം. 9-ഉം 10-ഉം പെട്ടെന്ന് വായിക്കാം. മോനെ വന്നിട്ട് എജിന്ന് വന്ന ആരെയാണോ? ഓക്കെ, ഞാൻ സമയം തരാമേ. ഓക്കെ. പൗലോസിന് ഒരു 4-10 മിനിറ്റുമുണ്ട്. പൗലോസ് 4 ആഗ്രഹമുണ്ട്. ഒന്നാമത് നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടു. നിങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തെ ദൈവം എന്ത് ചെയ്തു? ആലോചനയായി മാറ്റി.
അവസാന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ റോമിൽ എത്തി. ഒരു ഭക്തന്റെ ആഗ്രഹം നീ സാധിപ്പിക്കുമോ? അങ്ങനെ ഞങ്ങൾ, നമുക്കെല്ലാം ഒരാഗ്രഹമുണ്ട്. യൂണിഫൈഡ് ആയിട്ടൊരാഗ്രഹം പറയാമോ? യൂണിഫൈഡ് ശരിയായിരിക്കും പിന്നെ ഇംഗ്ലീഷ്. നല്ല കാറ് മേടിക്കണമോ, നല്ല വീട് മേടിക്കണമോ, ഇന്നത് വേണോ, അതൊന്നും നമ്മുടെ ആഗ്രഹം. അതെല്ലാം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സുവിശേഷ സാക്ഷിയാകണം. പക്ഷെ നമ്മുടെ ആഗ്രഹം നിത്യതയെ ചെന്നെത്തണം. അത് ദൈവഹിത പ്രകാരമുള്ളൊരാഗ്രഹമാണ്. അതിനാരും ദൂതൊന്നും പറയണ്ട. ദൈവം നിന്നെ യാത്ര പുറപ്പെടുവിച്ച് അന്ന് പറഞ്ഞതാ, ഒരു ഓർഡൈൻഡ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. യു ഗോയിങ് ടു റീച്ച് ദെയർ. നിന്റെ ആഗ്രഹ ദൈവം ആലോചനയായി മാറ്റി. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. വഴിയിൽ വെച്ച് നീ തളർന്നു പോകരുത്. വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കരുത്, മാറരുത്. എൻ്റെ കൈക്ക് പിടിച്ചാൽ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. അവൻ റോമിലെത്തിയെന്ന്. നമുക്ക് റോമല്ല വിഷയം, നിത്യ കൂടാരത്തിലെ വിഷയം. ഈ 9ഉം 10ഉം വായിച്ചപ്പോൾ എൻ്റെ വിഷയം അവിടെ വേണ്ട, എൻ്റെ പ്രാർത്ഥന അല്ലയോ? ഓരോന്ന് പറയാം. എൻ്റെ പ്രാർത്ഥന, നമ്മുടെ വിഷയം എന്തുവാ? A life witnessed by the Lord God. ദൈവം സാക്ഷി പറയുന്നൊരു ജീവിതം. പബ്ലിക്കല്ല, മനുഷ്യരല്ല, ദൈവം സാക്ഷി പറയണം. ഈ എൻ്റെ മകൻ ആര് എന്നൊരു സാക്ഷി പറയുമ്പോൾ എനിക്കും സാക്ഷ്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ, പൗലോസ് പരീശനാ. ബെന്യാമീൻ, അവനെ യഹൂദന്മാരാരും തോൽപ്പിക്കാൻ പറ്റുന്നത് നല്ല അറിവുള്ളവനാ. പ്രാർത്ഥിക്കാത്തവനൊന്നുമല്ല. പക്ഷെ അവൻ്റെ പ്രാർത്ഥന തുടങ്ങിയത് ദമസ്കോസിൻ്റെ അവിടെ വെച്ചാ. മറ്റേ ഒന്നും ലിസ്റ്റിലില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാരോടാ പറഞ്ഞത്? നിനക്ക് തർസോസുകാരനായ ഒരു ശൗലിനെ പരിചയപ്പെടാം. ആരോട് പറയുക? അനന്യാസിനോട്. ദൈവം ഒരുവനെ കൊണ്ട് അവിടെ തിരുത്തി. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വല്ലതും ദൈവം പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ടിരുത്തി പറഞ്ഞു എന്ത് ചെയ്യുക? അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവനെക്കുറിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ എന്തുവാ? നീ ആ തർസോസിൽ എന്തുവാ യൂദയുടെ വീട്ടിൽ ചെന്ന് തർസോസുകാരനായ ഒരുവനുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരുവനെ നീ നോക്കിയാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്ന സഭയാ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും പറയാൻ ദൈവമാ സർട്ടിഫൈ ചെയ്യേണ്ടത്. നാം സഭയായിട്ട് പ്രാർത്ഥിക്കുന്നോ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നോ അതല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്. അത് നല്ലതാ. അതിലും ഉപരിയായി എൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ദൈവം സർട്ടിഫൈ ചെയ്യണം. നിങ്ങൾക്കറിയാമോ, ദൈവജനത്തെ പീഡിപ്പിച്ചവരുടെ ലീഡറായിരുന്നാര്? ലീഡറാ. 8ഉം 9ഉം 10ഉം അധ്യായങ്ങളിൽ 8ാം അധ്യായത്തിലൊരു ഷണ്ണന്റെ വിടുതൽ, അവൻ ദൈവത്തെ അറിഞ്ഞു. 9ാം അധ്യായത്തിൽ പൗലോസിന്റെ വിടുതൽ, 10ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വിടുതൽ. ഷണ്ണന്റെ മാനസാന്തരത്തിലൂടെ ദൈവം ആരെ വിട്ടെന്നറിയാമോ? ഫിലിപ്പോസിനെ. കൊർന്നല്യോസിന്റെ മാനസാന്തരത്തിലൂടെ ദൈവം ആരെ വിട്ടത്? പത്രോസിനെ. എന്നാൽ സ്പെഷ്യൽ വിളിയുള്ളവന്റെ മേൽ അവന് വേണ്ടി സ്വർഗം തന്നെ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്.
ഞാനൊന്ന് കാര്യം പറയട്ടെ, നമ്മളൊന്നും വല്ലോനും പറഞ്ഞുകൊണ്ട് വന്നതല്ല, അവൻ്റെ ദർശനം പ്രാപിച്ച് വന്നവരാ. ഞാൻ തൻ്റെ അടുത്തോട് പറയട്ടെ, കർത്താവിന് വേലയ്ക്കൊണ്ടിറങ്ങി ആരും പ്രവചനം പറഞ്ഞതുകൊണ്ടല്ല, കർത്താവ് ഡയറക്റ്റ് വന്ന് പറഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡയറക്റ്റ് വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവന് വേണ്ടി ദൈവം ഡയറക്റ്റായിട്ട് ഇടപെടുന്നു. ദൈവത്തെ വിറ്റ്നസ് ചെയ്തുള്ള ഒരു ജീവിതമാണ്. സ്തോത്രം. ദൈവം അനന്യാസേ, ഞാൻ ഒരുവനെ കണ്ടു. ഇവൻ അനന്യാസിന് പേടിയാ പോകാൻ. ഞാൻ ഇവനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ, പിന്നെ അവൻ്റെ കയ്യിൽ വേറെ സാധനമുണ്ട്, അധികാരപത്രം ഉണ്ടെന്നേ. ഇതൊന്നും അറിയാതാണോ എന്നോട് ഈ പറയുന്നത് എന്നല്ലേ എൻ്റെ ആശയം. ദൈവം എന്ന് പറഞ്ഞ കർത്താവെന്ന് പറഞ്ഞു, നീ പോ മോനെ. എൻ്റെ നാമം, എൻ്റെ നാമം, എൻ്റെ ദൈവം, എൻ്റെ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ അവനും പറയും എൻ്റെ നാമം. അടുത്തത് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ഒരു നല്ല സ്തോത്രം പറയാം ആർക്കും. പുറത്തു പറഞ്ഞില്ലെങ്കിലും അഭിമാനത്തോടെ പറയാമോ, ഞാൻ ദൈവം തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. പറഞ്ഞു, ഒരു കുഴപ്പമില്ല. വെറുതെ ഒന്നും വിശ്വാസം വന്നതല്ല. എല്ലാ സെറ്റപ്പും എല്ലാ മോഡിയോടുമുള്ള എല്ലാം വിട്ടിട്ട് കർത്താവിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടത് വെറുതെ അല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത. അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഒന്ന്, എൻ്റെ പ്രാർത്ഥന തുടങ്ങിയത് എവിടെ വെച്ചാ? യൂദയുടെ ഭവനത്തിൽ വെച്ച്. പക്ഷേ നിങ്ങൾക്കറിയാമോ, 6, 7, 8 അധ്യായങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. സഭയ്ക്ക് പീഡനമുണ്ടായി. വീട് തോറും കയറി ഇറങ്ങി. ദൈവമക്കളെ, ലീഡർ ആരാ? ശൗൽ. നിങ്ങൾക്കറിയാമോ, ഇന്നിപ്പോൾ നമ്മൾ പേഴ്സിക്യൂട്ട് ചർച്ചകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ? ഇന്നിവിടെ അവിടെ ഇന്ത്യയിൽ ഇതാണല്ലോ, ഞങ്ങളുടെ ഡൽഹി അവിടെയുള്ള ജോയൽ എബ്രഹാം എന്നൊരു പാസ്റ്ററുണ്ട്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ RSSകാർ വന്ന് ഈ ബജ്രംഗിൽ വന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി, ഇഷ്ടംപോലെ തല്ലി. എന്നിട്ട് പാസ്റ്ററേയും ചിലരെയും കൂടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. പക്ഷേ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയ ശേഷം തല്ലി കിട്ടിയില്ല, പബ്ലിക്കേ തല്ലിയുള്ളൂ. അവർ മടങ്ങി വന്നു. അവർക്കൊണ്ട് ജോയൽ എബ്രഹാം എന്നാ പേര്. ഒരു നല്ല സഭയാണ്, ഗ്രോ ചെയ്യുന്നൊരു സഭയാണ്. അവിടെയാണല്ലോ പ്രശ്നമുള്ളത്. 4, 3, 7 അവിടെ നിന്നും പ്രശ്നമില്ല. പക്ഷേ വളരുന്ന സഭയിൽ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ സഭ, ഈ ജോയൽ എബ്രഹാമിൻ്റെ സഭ, അവിടെ കയറി വന്ന് തല്ലിയവരെ ശപിക്കുമോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ശൗലിന് വേണ്ടി വീട് തോറും കയറി ഇറങ്ങി അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? വീട് തോറും കയറി ഇറങ്ങി ഉപദ്രവിച്ചവൻ അവന് വേണ്ടി സഭ പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറയുന്നവരായിത്തീർന്നു. ആത്മാക്കൾക്ക് വേണ്ടി ദൈവസഭയെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, ആരെങ്കിലും ഒക്കെ ദൈവം കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. എൻ്റെ പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, 10 സമയമില്ല, എൻ്റെ ആരാധന ഞാൻ പറഞ്ഞു നിർത്താം. പൗലോസ് എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. 12:1 റോമാലേഖനം.
ശരീരം കൊണ്ട് ആരാധിക്കുന്നു. കാരണം എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും വസിക്കുന്നത് എവിടാ? ഇതിനകത്താ. അതുകൊണ്ടാണ് ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. അതൊരു സമർപ്പണമാണ്, ഒരു സമർപ്പണമാണ്. രണ്ടിട്ട് അത് എപ്പോഴും പിന്നീട് പറഞ്ഞുകൊള്ളാം. മൈ വിറ്റ്നസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ഘോഷണം, സുവിശേഷ ഘോഷണം. ഇതൊക്കെ ആരാ സാക്ഷി? 10 പേരറിയാൻ വേണ്ടി ഞാൻ ട്രാക്ട് കൊടുക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ അത് ചെയ്യുന്നതൊക്കെ പ്രസിദ്ധപ്പെടുത്തി അല്ല ഇതറിഞ്ഞത്. ഒരു സ്വതന്ത്രം പറയാമോ? മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. ആര് ഈ സഭ ചെയ്യുന്നുണ്ടോ എനിക്കറിയാമോ? ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രാക്ട് വെളിയുണ്ടല്ലോ, ട്രാക്ട് വെളി വെച്ചിട്ടുണ്ട്, ബൈബിളും വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞും അറിയണ്ട. ഞാൻ 10,125 ട്രാക്ട് കൊടുത്തൊന്നും ആരോടും പറയണ്ട. അങ്ങനെയൊക്കെ എണ്ണം കൊടുക്കും. ഞാൻ 127 യോഹന്നാന്റെ സുവിശേഷം അത് പറഞ്ഞപ്പോഴേ പോയി. എന്താ? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവമക്കൾ മനസ്സിലാക്കണം ഇതൊക്കെ. എൻ്റെ ഘോഷണം ഞാൻ എന്തോരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ പങ്ക്. അതിനു വേണ്ടിയാ ആഗ്രഹമത. നമുക്ക് ആഗ്രഹമുണ്ടോ? വ്യക്തിപരമായി പോക്കറ്റിലും ബാഗിലും ട്രാക്ട് കൊണ്ട് പോയി കൊടുക്കുന്നവരുണ്ട് ഈ സഭയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇംഗ്ലീഷ് സെറ്റുകാർ സംസാരിച്ചാൽപ്പോൾ ജോബിനോട്, എവറി അതർ തേഴ്സ്ഡേ റൈറ്റ്, എവറി അതർ തേഴ്സ്ഡേ ഔട്ട്റീച്ച് വർക്കുണ്ട്. ട്രാക്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയും ബൈബിൾ കൊടുക്കാൻ വേണ്ടിയും ഒക്കെ ട്രാക്ട് എന്തുവാ ഇവിടെ പോകുന്നത്? പാർക്കില്ലേ? അത് തന്നെ, പാർക്കിലൊക്കെ പോകുന്നുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ? നമ്മുടെ ചർച്ചിൽ പല റിട്ടയറീസും ഉണ്ട്. ആരുണ്ട്? അവരെല്ലാം റിട്ടയർഡല്ല, അവരെല്ലാം പിടിക്കാൻ പോവാ. ചുമ്മാതെ വീട്ടിൽ നിന്ന് കാലിന് നീര് കൂട്ടാതെ. ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റവരെ പൊക്കിയെടുക്കും. ഒരു സ്വതന്ത്രം ഒന്ന് പറയാം. വിരോധമുണ്ടോ പാഷേ? ഇല്ല. പാഷ മരണം ഗുണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നേ ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളുടെ 3 പേരും കൂടിയ പ്രസ്ഥാനമൊക്കെ ഇത്രയും വളർന്നു വന്നു. ആ ആരംഭ സമയങ്ങളിൽ എന്തൊക്കെയാ, എവിടെ പോയി ജീവൻ വെക്കണമെന്ന് പറഞ്ഞ് പാടികളാണ് പോയത്. ചെയ്യണം. ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന സഭയാണ്. ആസ് എ പാസ്റ്റർ ഞാനാ പറയുന്നത്, ചെയ്യുന്ന സഭയാണ്. ഒരു തെറ്റുമില്ല. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. പക്ഷെ അധികമായി ചെയ്യണം. ദേശത്ത് നെടുകയും കുറയും നടന്ന് പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തി ഈ പട്ടണത്തിനും ചെയ്യുന്നുണ്ട് പലരും. അവർക്കായും സ്തോത്രം. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. മൈ പ്രയർ, മൈ വർഷിപ്പ്, മൈ വിറ്റ്നസ് ഓഫ് ദ ഗോസ്പൽ, മൈ ഗോഡ് ഈസ് മൈ വിറ്റ്നസ്. ഈ പറഞ്ഞതിനെല്ലാം ആരാ വിറ്റ്നസ്? എൻ്റെ ദൈവം. മോനെ മാറ്റിയത് എൻ്റെ ദൈവമാ സാക്ഷി. എൻ്റെ വാക്കുകൾ ചോദിക്കാം. ഈ ഡീറ്റെയിൽസ് പറയാൻ സമയമില്ല. എന്തിനെന്നറിയാമോ? എൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ എന്നെ കൊണ്ടുപോകുന്ന വഴികളായത്. യേശുവിനായി ജീവിക്കാവുന്ന ഒന്ന് കൈവക്കി പറഞ്ഞതുകൊണ്ട് അങ്ങ് ചെല്ലണമെന്നില്ല. അവൻ്റെ ഹിതത്തോളം ജീവിപ്പാൻ ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നു. പൗലോസ് കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, വന്നാട്ടെ മക്കളെ. പൗലോസ്, ഐ ആം എ സാറ്റിസ്ഫൈഡ് പേഴ്സൺ. നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിക്കണേ ജേസനെ. ബിഫോർ ദ ഇംഗ്ലീഷ് വർഷിപ്പ് സ്റ്റാർട്ട്, ഐ വാണ്ട് ടു ഗീവ് ദം 2 minutes. ബിക്കോസ് അതിനു വേണ്ടി അവർ വന്നത് കേട്ടോ, വിത്ത് പെർമിഷൻ. വളരെ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് കേട്ടോ. കേൾക്കണേ. ഈ യാത്രയിൽ ഒത്തിരി ഹെർഡിൽസ് ഉണ്ട്, ബംസ് ഉണ്ട്.
പക്ഷേ ഇങ്ങനെ വരും. നമ്മുടെ നാട്ടിൽ നിങ്ങൾ വന്നപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പേടിച്ചു പോയ സാഹചര്യം ഇല്ലയോ? എപ്പോഴാ ഇങ്ങനെ കയറി പിടിച്ച്? ഇല്ല. ആ ഫ്ലൈറ്റ് ചെറു കുലുക്കമൊക്കെ വരുമ്പോഴേ എന്നതിന് ടർബുലൻസ്, അയ്യോ എല്ലാവരും ബെൽറ്റൊക്കെ ഇട്ടോണം എന്ന് പറയുമ്പോൾ ആ ഇടുന്നില്ല എന്ന് പറയുമാണെങ്കിലും നമുക്ക് പേടിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്നാലും പക്ഷേ ഇതുവരെയും ആരും ഡെസ്റ്റിനേഷനിൽ ചെല്ലാതിരുന്നിട്ടില്ല. പക്ഷെ അങ്ങ് ചെല്ലുമ്പോഴേ ഇവിടെ ചെയ്തതെല്ലാം അറിയത്തുള്ളൂ. ആണോ അല്ലയോ? എത്ര ട്രാക്ട് കൊടുത്തു, എത്ര പേരോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷ വരയിൽ ഞാൻ എന്തു ചെയ്തു? ദൈവത്തെ മുൻനിർത്തിയുള്ള ജീവിതമായിരുന്നോ? എനിക്ക് ലഭിച്ച സമയം ഞാൻ പാഴാക്കിയോ? അങ്ങേ കരയിൽ ചെല്ലണം. നമുക്കൊന്ന് എഴുന്നേക്കാം.